പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ നയങ്ങളെ വിശ്വസിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ ബഹുമാനിക്കുന്ന, ബി.ജെ.പിയെ ബഹുമാനിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അവരെയൊക്കെ വേദനിപ്പിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ സർക്കാരിനെ ബഹുമാനിക്കുന്ന, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ കഴിഞ്ഞ ദിവസം കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു. പലർക്കും ആ ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. പലയിടത്തും ആ രീതിയിൽ പ്രതികരിച്ചാൽ ചുറ്റുപാടും നിന്ന് പലരും അവർക്കെതിരെ വിരൽ ചൂണ്ടും എന്നത് വളരെ കൃത്യമായ സംഗതിയാണ്. എന്നാൽ ജിതിൻ ജേക്കബ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു. ഇത് പല ആൾക്കാരുടെയും മനസ്സിൽ ബി.ജെ.പിയെ സ്നേഹിക്കുന്ന, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവൃത്തിയിലൊക്കെ അഭിമാനം കൊള്ളുന്ന ഓരോ വ്യക്തിക്കും, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന കുറേ ചോദ്യങ്ങളാണ്. എന്തായാലും ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കിടയിലേക്ക് ഈ പോസ്റ്റ് എത്തണം എന്ന് തോന്നി. ആ പോസ്റ്റ് വായിക്കാം. ക്യാപ്സ്യൂളുകൾക്ക് ബി.ജെ.പിയിലും ക്ഷാമമില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നും കാണാതെ ചെയ്യില്ല. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. ഓഗസ്റ്റ് 15 ഡൽഹി കത്തുന്നത് തടയാനാണ്. സമരക്കാർ 3-4 പേരെ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ചാവേറാക്കി നിർത്തിയിരുന്നു. ഇനിയാണ് മോദിയുടെ അമിത്ഷായുടെയും കളികൾ. സമരക്കാരുടെ ഉദ്ദേശം നടന്നില്ല, നാണം കെട്ട് കീഴടങ്ങി. അതങ്ങ് സമ്മതിച്ചാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ക്യാപ്സ്യൂളുകൾ വാരി വിതറി കൂടുതൽ പരിഹാസ്യരാകുന്നത് എന്ന് ജിതിൻ ജേക്കബ് ചോദിക്കുന്നു. ഇതാദ്യമായല്ല ദയനീയമായി കീഴടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. അന്നും ഇതുപോലുള്ള ക്യാപ്സ്യൂൾ ബഹളമായിരുന്നു. തുടർച്ചയായ 3 കലാപങ്ങൾ, എല്ലാറ്റിലും ഒരേ ആളുകൾ, ഒരേ പാറ്റേൺ, എല്ലാത്തിലും ദയനീയമായി സർക്കാർ കീഴടങ്ങി. ഇതിനു മുന്നേ ഉണ്ടായ കലാപങ്ങൾക്ക് ഉത്തരവാദികളായവരെ എന്ത് ചെയ്തു? കുറച്ച് ഗുണ്ടകൾ, നിരാഹാരം, ആസാദി മുദ്രാവാക്യം, മാധ്യമ പിന്തുണ, ഇത്രയും മതി കേന്ദ്ര സർക്കാർ മുട്ടുകുത്താൻ എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലായി. സമരക്കാർ ഓഗസ്റ്റ് 15 ഡൽഹി കത്തിക്കും, അത് തടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ? ചൈനയിലേതുപോലെ ടിയാനൻമെൻ സ്ക്വയർ ആവർത്തിക്കണമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. ചൈനയിൽ ഒരിക്കലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അവർ അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. സമരക്കാർക്ക് വിദേശ പണം കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ സർക്കാരിന്റെ പരാജയമാണ്. സമരക്കാർക്ക് പാകിസ്ഥാൻ പിന്തുണ, ഖാലിസ്ഥാൻ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കേണ്ട ഇന്റലിജൻസ് സംവിധാനം എന്ത് ചെയ്യുകയായിരുന്നു? കലാപം തുടങ്ങി ആദ്യ 2 മണിക്കൂറിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഡൽഹി പോലീസ് പകച്ചു നിൽക്കുകയായിരുന്നു. ക്യാപ്സ്യൂൾ ഇറക്കുന്നവർ, ഡൽഹിയിൽ ഇതുവരെ ഉണ്ടായ കലാപത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് കൂടി ഓർക്കണം. നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ പൊതുമുതലാണ് നശിപ്പിച്ചത്. ഇതിനെല്ലാം ഉത്തരവാദികൾ കയ്യം വീശി നടക്കുന്നു. ഈ കലാപത്തിൽ 150-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു. അവർക്ക് വേണ്ടി എന്ത് ക്യാപ്സ്യൂൾ ഇറക്കും? സർക്കാർ എല്ലാ തവണയും കീഴടങ്ങുമെന്നും കലാപകാരികൾക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നുമുള്ളപ്പോൾ അടുത്ത തവണ മുതൽ എന്തിനാണ് പോലീസിനെ അവിടെ നിയോഗിക്കുന്നത്? വെറുതെ തല്ലുകൊള്ളാനോ? വൈകാരിക പ്രതികരണമാണ്. ഇന്ത്യൻ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബി.ജെ.പിയുടെ തന്ത്രപരമായ നീക്കമാണ്. കലാപകാരികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്നവരോട് എന്ത് മറുപടി പറയാനാണ്? കലാപം ഉണ്ടാകുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾ കൊണ്ടാണ്. കേരളത്തിലും ഗൾഫിലും ഒക്കെ ഇരുന്ന് ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന ഒരുത്തനെതിരെയെങ്കിലും കേസെടുത്ത് ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെല്ലാം കണ്ട് ഒന്നും പ്രതികരിക്കാതെ ഇരിക്കും. അപ്പോഴേ സർക്കാരിന്റെ ദൗർബല്യം അവർ തിരിച്ചറിഞ്ഞു. ചില ചാനലുകൾ എത്രയോ വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധതയും തീവ്രവാദവും പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മോദി സമരവേദിയിലെത്തി നേതാക്കളുടെ കാല് പിടിക്കണമെന്ന ആവശ്യം സമരക്കാർ ഉന്നയിക്കാഞ്ഞത് ഭാഗ്യമെന്നേ ഇപ്പോൾ പറയാനുള്ളൂ. ഞാനിതിനെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായല്ല കാണുന്നത്, നരേന്ദ്രമോദിയുടെ രാജിയായി തന്നെയാണ്. ഇതിലും വലിയൊരു വീഴ്ചയില്ല. ഇന്നലെ വരെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന വിശേഷണമുള്ള ആൾ ഒറ്റ ദിവസം കൊണ്ട് വെറും ദുർബലനായി മാറി. ഇതിന്റെ കോട്ടം ഇനി എല്ലാ മേഖലയിലും കാണാൻ കഴിയും. ഇനി ആരും വകവെക്കില്ല. ബി.ജെ.പി ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമായിരിക്കും. ഇനിയിപ്പോൾ 2029 തിരഞ്ഞെടുപ്പിൽ 500 സീറ്റ് നേടി വിജയിച്ചാലും ഇതിന്റെ നാണക്കേടെന്നും വേട്ടയാടും. എത്രയൊക്കെ ക്യാപ്സ്യൂൾ ഇറക്കിയാലും അത് മാറില്ല. പല മനസ്സുകളിലെയും വേദന, പല മനസ്സുകളിലെയും രോഷം, പല മനസ്സുകളിലെയും നിയന്ത്രിക്കാനാവാത്ത കോപം, അതൊക്കെ തന്നെയാണ് ജിതിൻ ജേക്കബിന്റെ ഈ വരികളിലൂടെ പ്രകടമാവുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.